അവർ പറഞ്ഞു ജിന്നുമാർക്ക് നമ്മളെ കണ്ണ് കാണില്ലല്ലോ, അവിടെ അഭൗതികമാണ്. അപ്പോൾ സ്വാഭാവികം ചോദിക്കും, അപ്പോൾ ജിന്നല്ലേ ശൈത്താനല്ലേ സാഹിറിനെ സഹായിക്കുന്നത്? അപ്പോൾ അള്ളാഹുവിനെ സഹായിക്കുന്നു വിശ്വസിച്ചൂലേ? അപ്പോൾ ശിർക്കാവിലെ നെല്ലിക്കുത്ത് വെച്ച ചോദ്യം ന്യായമായി വരും. അപ്പോൾ പറഞ്ഞില്ല, സിഹിർ സഹായിക്കൂല. അപ്പോൾ സിഹിർ യാഥാർത്ഥ്യമില്ലേ? ഇല്ല. ഹദീസിലുണ്ടല്ലോ, എന്നാലും സ്വീകാര്യമല്ല. ബുഖാരി ഉണ്ടല്ലോ. അപ്പോൾ ഇഷാമ് കദ്ദാബാണ് കണ്ടുപിടിച്ചത്. തള്ളാൻ എന്തെങ്കിലും ന്യായം വേണമല്ലോ, അതാണ് ഇതിലേക്ക് ബേസ്. സഹോദരങ്ങളെ, അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അങ്ങ് 2002 നിങ്ങൾ മാറ്റി പറഞ്ഞപ്പോൾ അന്ന് KNM വേദിയിൽ നിന്ന് ശക്തമായി നിങ്ങൾക്കെന്ന് മറുപടി തന്നു. അനസ് മോദി അന്ന് പ്രസംഗിച്ച പ്രസംഗം ഒന്ന് കേൾക്കാം നമുക്ക്. ഒയ്ബിയായതിനൊക്കെ സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഒയ്ബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഒയ്ബല്ല. കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ. എത്ര കൊല്ലമായി ശരി. അപ്പൊ ജിന്ന് എന്ത് ചെയ്താലും അത് വൈബല്ല. നമുക്ക് ആപേക്ഷികമായിട്ടോ ജിന്ന് വൈബാണ്, സംശയമൊന്നുമില്ല. നമ്മൾ കാണുന്നില്ല, നമ്മൾ കേൾക്കുന്നില്ല, നമുക്ക് ഇടപെടാൻ പറ്റുന്നില്ല, ആപേക്ഷികമാണത്. എന്നാൽ ഒരു ജിന്ന് സാഹിറിനെ സഹായിച്ചു എന്ന് വിശ്വസിച്ചാൽ ഇങ്ങനെ മുസ്ലിക്കാകാം. എന്നാൽ ജിന്ന് അഭൗതികമായി സഹായിച്ചു വിശ്വസിച്ചാലോ ശിർക്കായി. അദൃശ്യമാർഗത്തിൽ ജിന്ന് സഹായിക്കും വിശ്വസിച്ചാലോ ശിർക്കായി. അതാണ് വ്യത്യാസം. ഇത് അനസ് മൗലവി പറഞ്ഞു. പിന്നെ മൂപ്പര് കുറച്ചപ്പോൾ ഞാൻ തൗബ ചെയ്തു പറഞ്ഞു. പിന്നെ കാട്ട് ഇങ്ങനെയൊക്കെ വാശി പ്രസംഗിച്ച ആൾ പിന്നെ പറയാ ഞാൻ തൗബ ചെയ്തു. ഇപ്പം പിന്നെ തൗബൻ്റെ സീസണാണ്, പടക്കി തൗബ. ഇപ്പം മൊത്തം തൗബ. സാധാരണ റമദാൻ മാസം തൗബ ഉണ്ടായി. ഇപ്പം എന്താ രേഷം വന്നപ്പോൾ എല്ലാവരും തൗബ ചെയ്യുക. അതിനെ കുട്ടിയൻസ് മനസ്സിലാണില്ല. 10 കൊല്ലം റുഖിയാശായി ജീവിച്ചോ പറയാ ഞാൻ 2 നിസ്കരിച്ച് തൗബ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തൗബ ചെയ്ത് കൂടി. ശരി, മൂപ്പർ ചെയ്തിപ്പോൾ ബാക്കിയുള്ള തൗബ ചെയ്യണം. എന്താന്നല്ല, മൊത്തത്തിൽ ഇപ്പോൾ തൗബ എല്ലാം നന്നാവേക്കും. ഖിയാമത്തിലേക്ക് അടുക്കുന്നതോറും കേടുന്ന മനസ്സിലാവും. പക്ഷെ ഇപ്പം നന്നാകണ കോല കാണുന്നത് ആയിക്കോട്ടെ, എന്താ തൗബ ചെയ്തോട്ടെ. അങ്ങനെ ഇപ്പോൾ തൗബോട് 5 കളിയാപ്പോൾ എന്താണെങ്കിലും ശരി. ഈ മാറ്റമാണ് സഹോദരങ്ങളെ ഈ ബഹളത്തിനൊക്കെ ബേസായി മാറിയത്. നേരെ മറിച്ച് കാര്യകാല ബന്ധങ്ങൾക്ക് അധികമായി അല്ല മാത്രമേ ഇടപെടുള്ളൂ, അല്ല മാത്രമേ സഹായിക്കുള്ളൂ, അല്ല മാത്രമേ ദോഷം ചെയ്യുള്ളൂ എന്ന് വിശ്വസിച്ചാൽ ഈ ഹദീസ് ഒന്നും തള്ളേണ്ട ആവശ്യമില്ല. എന്നിട്ട് മുമ്പ് ചോദിച്ചല്ലോ, സിഹിറിൻ്റെ ഫലമുണ്ടാകുന്നത് അദൃശ്യമാർഗത്തിലാണോ ദൃശ്യമാർഗത്തിലാണോ? അദൃശ്യമാർഗത്തിലല്ല. അദൃശ്യമാർഗത്തിൽ അല്ല മാത്രമേ ഇടപെടുള്ളൂ, ശൈത്താൻ ഇടപെടൂല. അപ്പം ശൈത്താൻ ഇടപെടുന്നതോ അത് ശൈത്താന്റെ വ്യവസ്ഥയാണ്. ഇപ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയത്? അദൃശ്യം എന്നതിന് കണ്ണുകൊണ്ട് കാണാത്തത് അർത്ഥം വെച്ചു. അതാണ് പ്രശ്നം. അദൃശ്യം എന്ന് തൗഹീദിൽ പറയുമ്പോൾ ഉദ്ദേശിക്കുക അസ്ബാബുകൾക്കതീതം, കാര്യകാരണ ബന്ധങ്ങൾക്കതീതം. അപ്പോൾ അല്ലാഹു തആല ശൈത്താന് വെച്ച വ്യവസ്ഥക്കുള്ളിൽ ശൈത്താന് ചെയ്യാൻ പറ്റ വല്ല പണിയുണ്ടോ അതുകൊണ്ട് ചെയ്യും. അതിനപ്പുറം ചെയ്യും വിശ്വസിച്ചാലോ ആ വിശ്വാസം തന്നെ ശിർക്കാണ്. തേടാൻ കൊണ്ട് കാര്യമില്ല.